സിദ്ധുവും പവിയും കോളേജ് വരാന്തയിൽ കൂടി മുന്നോട്ട് നടക്കുകയാണ്. ഇരുവരും അല്പം വൈകിട്ടാണ് കോളേജിലെത്തിയത്. ചുമ്മാ വൈകിയതല്ല, മനഃപൂർവ്വം വഴി തെറ്റിച്ച് വൈകിച്ചതായിരുന്നു. ക്ലാസ് തുടങ്ങിക്കാണും എന്ന തോന്നലിൽ പവി ധൃതിയിൽ മുന്നോട്ട് നടക്കുമ്പോൾ പിന്നാലെ അവളെ തൊട്ടുരുമ്മി കുറുമ്പ് കാട്ടിക്കൊണ്ട് സിദ്ധു ഉണ്ട്. കാറിലിരിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഒരു ഉമ്മ തരുമോ എന്നുള്ള ചോദ്യം. അത് കൊടുക്കാത്തതിലുള്ള പരിഭവം ചെക്കൻ പലതരത്തിൽ തീർക്കുന്നുണ്ട്. വിജനമായ നീളം വരാന്തയിലൂടെ ഇരുവരും മുന്നോട്ട് നടക്കുന്നുണ്ട്. സിദ്ധു അവളുടെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചതും പവി അവൻ്റെ കൈ എടുത്തു മാറ്റി അവനെ കൂർപ്പിച്ചു നോക്കി. സിദ്ധു, എന്തായി കാണിക്കുന്നേ? ഇത് കോളേജാണ്, ആരെങ്കിലും കാണും, നീ പൊയ്ക്കോ. എൻ്റെ ക്ലാസ് ചെല്ലാൻ എനിക്കറിയാം, പവി ഈർഷ്യയോടെ പറഞ്ഞു. അത് വേണ്ട, നിന്നെ ക്ലാസ്സിലാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സിദ്ധു, ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. ഈ ഹവർ ഓം സാറിൻ്റെ ക്ലാസ്സാ. സാറ് ഉറപ്പായിട്ടും ക്ലാസ്സിലുണ്ടാകും. ഇനിയിപ്പോൾ സാറിൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. അതുമല്ല, നീ ഇപ്പം അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല. നമ്മൾ ഒരുമിച്ച് ചെന്നാൽ പിള്ളേരൊക്കെ കളിയാക്കും. നീ ഒന്ന് പോയ സിദ്ധു. എന്നാൽ പിന്നെ ഒരുമ്മതാ, ഞാൻ പോയേക്കാം. സിദ്ധു അവസരം മുതലാക്കാൻ ശ്രമിച്ചു. അത് കിട്ടുമെന്ന് കരുതി നീ എൻ്റെ കൂടെ വരണമെന്നില്ല, പവി തീർത്തും പറഞ്ഞു. എന്നാ പിന്നെ നീ നടന്നോ. നീ ഉമ്മ തരാതെ ഞാൻ ക്ലാസ്സിൽ കയറിയില്ല. നീ എപ്പോൾ ഉമ്മ തരുന്നോ അപ്പം മാത്രമേ ഞാൻ ക്ലാസ്സിൽ കയറുള്ളൂ. സിദ്ധു വിടുന്ന മട്ടില്ല. എന്നാ കയറണ്ട, എനിക്കെന്താ എന്നും പറഞ്ഞുകൊണ്ട് പവി അവനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. സിദ്ധു പിന്നാലെ വെച്ച് പിടിച്ചു. പവി തൻ്റെ ക്ലാസ്സിന് മുന്നിലെത്തി. ഭയന്നതുപോലെ തന്നെ ഓംകാർ ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. ഡോറിനരികിൽ നിൽക്കുന്ന പവിയെ കണ്ടതും ഓം നെറ്റി ചുളിച്ച് വാച്ചിലേക്ക് നോക്കി. അപ്പോഴേക്കും സിദ്ധു അങ്ങോട്ടെത്തി. സിദ്ധുവിനെയും പവിയും ഒരുമിച്ച് കണ്ടതും ഓം ഡോറിനരികിലേക്ക് വന്നു. എന്താ ലേറ്റായത്? ഓം പതിവ് ശൈലിയിൽ ചോദിച്ചു. അത് പിന്നെ സാർ, ഞാൻ ഓമിൻ്റെ ഗൗരവം കലർന്ന സ്വരം കേട്ട് പവി നിന്ന് പരങ്ങി. സോറി സാർ, എഴുന്നേൽക്കാൻ ഒരല്പം വൈകിപ്പോയി, അതുകൊണ്ടാ. മറുപടി പറഞ്ഞത് സിദ്ധുവാണ്. അന്നേരം പവി അവനെ കൂർപ്പിച്ചു നോക്കി. സാറെന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നത്? അവർ ന്യൂലി മാരീഡ് കപ്പിളല്ലേ? അതുമല്ല, ഇന്നലെ നിങ്ങൾ ഒരുമിച്ചല്ലേ കല്യാണം കഴിച്ചത്? സാറിൻ്റെ ജോലിയോട് ഇത്രയും ആത്മാർത്ഥതയുണ്ടെന്ന് ഞങ്ങളെപ്പോലെ അവരും കരുതി കാണില്ല. ക്ലാസ്സിൽ നിന്നും ആരുടെയോ ശബ്ദം ഉയർന്നു. അത് കേട്ടതും ഒരു കൂട്ടച്ചിരി മുഴങ്ങി. സൈലൻസ്! ഓമിൻ്റെ സ്വരം അവിടെ മുഴങ്ങി. അവർ പറഞ്ഞതിൽ എന്താ തെറ്റ്? സാറിന് ഇത്രയും ആത്മാർത്ഥത ഉണ്ടെന്നേ ഞാനും കരുതിയില്ല. എല്ലാം എൻ്റെ പെങ്ങളുടെ ഭാഗ്യം. സിദ്ധു ഒരു ഈണത്തിൽ പറഞ്ഞതും ഓം അവനെ നോക്കി ദഹിപ്പിച്ചു. സർ, ഇന്നു മുതൽ ഇവളുടെ ഗാർഡിയൻ ഞാനാ. ഇവൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ എന്നോട് പറയാൻ മടിക്കണ്ട. പവിയെയും ഓമിനെയും മാറി മാറി നോക്കിക്കൊണ്ട് സിദ്ധു പറഞ്ഞു. ശരി, പറഞ്ഞേക്കാം. പക്ഷേ താങ്കൾ കാണിക്കുന്ന ഈ കുരുത്തക്കേട് ഞാൻ ആരോടാണ് പറയേണ്ടത്? ഓമിൻ്റെ ചോദ്യത്തിന് മുന്നിൽ സിദ്ധു ഒരു നിമിഷം ഒന്ന് പരങ്ങി. സാറിൻ്റെ ഒരു കാര്യം, നൗ വി ആർ അളിയൻസ്. സാറതും മറന്നൂല്ലേ? അതെ, അളിയനും അച്ചമ്മയ്ക്കും അങ്ങ് വീട്ടിൽ. കോൾ മീ സാർ, ഓക്കെ? ഓം ആ പറഞ്ഞതും സിദ്ധു ഓമിനെ ഒന്നിരുത്തി നോക്കി. ഓമിൻ്റെ വാചകം കേട്ടതും പവിക്ക് ചിരി വന്നു. അവൾ ചിരി കടിച്ചു പിടിച്ചു. അത് ശരി, സാറ് ലയൺ കളിക്കുക? ദേ, ഒരു പക്ഷേ നാളെ ഞാൻ സാറിനേക്കാളും വലിയ പൊസിഷനിലെത്തില്ലെന്ന് ആര് കണ്ടു? അന്ന് ഞാൻ തിരിച്ച് ലയൺ കളിക്കണ്ടെങ്കിലേ കോംപ്രമൈസ് ആക്കിക്കോ. സിധുവിൻ്റെ പറച്ചിൽ കേട്ട് പവി അവനെ പുച്ഛിച്ചു. അതുമല്ല, സാറ് പറഞ്ഞ സീക്രട്ട് ഉണ്ടല്ലോ, ഞാൻ എല്ലാവരോടും പറയും. ആദ്യം പറയുന്നേ എൻ്റെ ഭാര്യയോട്, അതായത് സാറിൻ്റെ പെങ്ങളോട്. രണ്ടാമത് പറയുന്നത് സാറിൻ്റെ ഭാര്യയോട്, അതായത് എൻ്റെ പെങ്ങളോട്. ഇത്തവണ ഓമിന് മാത്രം കേൾക്കാൻ പാകത്തിലാണ് സിധു അത് പറഞ്ഞത്. സിധുവിൻ്റെ ഭീഷണി കേട്ട് ഓം ഒരു നിമിഷം ഒന്ന് പതറി. പവിയാണെങ്കിൽ ഇവരിതെന്തോന്നാ ഈ സ്വകാര്യം പറയുന്നത് എന്ന പോലെ നോക്കുന്നുണ്ട്. എന്നാ ശരി, അളിയൻ ചെല്ല്. സിധുവിൻ്റെ തോളിൽ തട്ടി പല്ല് ഞരിച്ചുകൊണ്ട് ഓം പറഞ്ഞു. അതിനിടയിൽ ഓം ചിരി വരുത്തിക്കാൻ ശ്രമിച്ചു. അങ്ങനെ വഴുക്ക് വാ എന്നും പറഞ്ഞ് സിദ്ധു തിരികെ അവനൊരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു. എന്നാ ഞാനങ്ങട് 10:15 ആ പോത്തൻ സാർ എന്നും പോത്ത് പോലെ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് കൂടി കിടന്നുറങ്ങാലോ. ഞാനേ ഇന്നലെ രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. പിന്നെ ദേ ഇവളും.
അല്ലേ പവി? നാണോക്കിയം വരുത്തിക്കൊണ്ട് സിദ്ധു പറഞ്ഞു. ശേഷം പവിയെ നോക്കി കണ്ണിറുക്കി അവൻ മുന്നോട്ട് നടന്നു. സിദ്ധുവിൻ്റെ ആ വാചകത്തിൽ പവിയുടെ തൊലി ഉരിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. ഈ കുരുത്തം കിട്ടവൻ്റെ കൂടെ എൻ്റെ പെങ്ങളെ എങ്ങനെ ജീവിക്കും എന്തോ എന്നും സ്വയമേ പറഞ്ഞുകൊണ്ടുപോകും. വല്ലാത്ത ഭാവത്തിൽ സിദ്ധുവിൻ്റെ പോക്ക് നോക്കി നിന്നു. സാർ, എന്നാ ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? പവി ചമ്മൽ മറച്ചു പിടിച്ചു പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. പിന്നെ പല്ലവി, കല്യാണം കഴിഞ്ഞെന്ന് കരുതി പഠിപ്പിൽ ഉഴപ്പാൻ നിൽക്കരുത്. രണ്ടുപേരും ചെറിയ പ്രായമാണ്. ഒരുമിച്ചുള്ള ജീവിതമൊക്കെയും പഠിത്തം കഴിഞ്ഞിട്ട് മതി. അതിനിടയിൽ ഓം അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞൊപ്പിച്ചു. ശേഷം അവളോട് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു. ശരിയെന്ന പോലെ തലയനക്കിക്കൊണ്ട് പവി ക്ലാസ്സിനകത്തേക്ക് നടന്നു. അന്യഗ്രഹജീവിയെപ്പോലെ എല്ലാവരും അവളുടെ വരവ് നോക്കി നിന്നു. പവി ആരുടെയും മുഖത്ത് നോക്കാതെ ചില്ലുവിൻ്റെ അരികിൽ വന്നിരുന്നു. ചില്ലു അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു. അതിൻ്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യവും. പവി അവളെ നോക്കി പല്ലിറുമ്മി. വല്ലതും നടന്നോ എന്നുള്ള ചില്ലുവിൻ്റെ അടുത്ത ചോദ്യം കേട്ട് പവി അവളുടെ കാലിനിട്ട് ചവിട്ടി. ചെരുപ്പ് ഊരി വെച്ച അവളുടെ കാലിൽ ഹീൽസിട്ട കാലുകൊണ്ട് ചവിട്ടിയാ എങ്ങനെയിരിക്കും? പട്ടി കരയണ പോലെ ചില്ലു അറിയാതെ ഉറക്കെ കരഞ്ഞതും ക്ലാസ്സിലാകെ നിശബ്ദത പരന്നു. എല്ലാവരുടെയും നോട്ടം ചില്ലുവിലേക്ക് നീണ്ടു. ഓമിൻ്റെ നെറ്റിയിൽ വര വീണു. അവൻ ചോദ്യഭാവത്തിൽ ചില്ലുവിന് നോക്കി. ചിലങ്ക, എഴുന്നേക്ക്. ഓം ചില്ലുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ചില്ലു ഭയത്തോടെ എഴുന്നേറ്റു. എന്തായിരുന്നു അവിടെ? താനെന്താ മിമിക്രി കളിക്കാണോ? ഓം ഗൗരവത്തിൽ ചോദിച്ചു. സാർ, അത് പിന്നെ അറിയാതെ. എന്തറിയാതെ? പറ. സോറി സാർ, ഇനി ആവർത്തിക്കില്ല. ചില്ലു കെഞ്ചി പറഞ്ഞതും ഓം അവളോട് ഇരിക്കാൻ പറഞ്ഞു. ചില്ലു ആശ്വാസത്തോടെ ഇരുന്നു. അതിനിടയിൽ പവിയെ നോക്കി ദഹിപ്പിച്ചു. പവി ചിരി കടിച്ചു പിടിച്ചു നിന്നു. ഓം തൻ്റെ ക്ലാസ് തുടർന്നു. നെക്സ്റ്റ് അവർ ഫസ്റ്റ് ഇയർ CSCക്കാണ് അവൻ ക്ലാസ് എടുക്കേണ്ടത്, അതായത് നന്ദുവിൻ്റെ ക്ലാസ്. ബെൽ മുഴങ്ങിയതും പതിവ് പോലെ ഓം ബുക്കും കയ്യിൽ പിടിച്ചു ക്ലാസ്സിലേക്ക് നടന്നു. അവൻ്റെ വരവ് കണ്ടതും ക്ലാസ്സിലാകെ ചുമ പടർന്നു. ഒരുമാതിരി ആക്കി ചുമ. നന്ദുവിൽ നോട്ടമെറിഞ്ഞുകൊണ്ടാണ് പിള്ളേരെല്ലാവരും ചുമയ്ക്കുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ഓം വരുന്നത്. അത് കണ്ടതും അവൻ്റെ മുഖം ചുളുങ്ങി. ഉള്ളിലെ നീരസം പ്രകടിപ്പിക്കാതെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അബദ്ധവശാൽ പോലും അവൻ്റെ നോട്ടം നന്ദുവിലേക്ക് എത്തിയില്ല. അവൻ്റെ പ്രവൃത്തി നന്ദുവിനെ ചെറുതായി വേദനിപ്പിച്ചു. ഒന്ന് നോക്കിയാലെന്താ, ആളുടെ കണ്ണിലെ കൃഷ്ണമണി താഴെ വീഴോ? അവൾ മനസ്സിൽ പിറുപിറുത്തു. എന്താടി നിന്റെ കെട്ടിയോന് ഇത്രയ്ക്കും ജാട? നിന്നെ ഒന്ന് നോക്കുന്നു പോലും ഇല്ലല്ലോ. വീട്ടിലും ഇതുപോലെ തന്നെയാണോ? നന്ദുവിൻ്റെ കൂട്ടുകാരിൽ ഒരാൾ പതിയെ ചോദിച്ചു. നന്ദു ഒരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി. എടി, ഇന്നലെ രാത്രി സാർ എങ്ങനെയായിരുന്നു? റൊമാൻറ്റിക് ആയിരുന്നോ? മറ്റൊരു കൂട്ടുകാരി ചോദിച്ചതും നന്ദുവിൻ്റെ ഓർമ്മകൾ തലേ ദിവസത്തിലേക്ക് പോയി. രാത്രി അവൻ പറഞ്ഞ പ്രേതകഥ കേട്ട് പേടിച്ച് വിറച്ചതോർത്തപ്പോൾ അവൾക്കറിയാതെ ചിരി വന്നു. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഓരോന്ന് ഓർത്ത് ചിരിക്കുന്ന നന്ദു ഓമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും അവൻ തൻ്റെ കൈയിൽ കിടക്കുന്ന ചോക്കെടുത്ത് നന്ദുവിനെ ലക്ഷ്യം വെച്ച് എറിഞ്ഞു. നന്ദുവിൻ്റെ മുഖത്തേക്കാണ് ചോക്ക് കൊണ്ടത്. അവൾക്കവിടെ നന്നായി വേദനിച്ചു. അതിലുപരി അവൻ്റെ പ്രവൃത്തിയും എല്ലാവരുടെ ചിരിയും അവളെ കൂടുതൽ വേദനിപ്പിച്ചു. നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ച് നിർത്തി അവനെ നോക്കി ദഹിപ്പിച്ചു. ഒരു നിമിഷം അവൻ്റെ നെഞ്ചൊന്ന് പിഴഞ്ഞു. പിന്നീടത് കാര്യമാക്കാതെ അവൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ലഞ്ച് ബ്രേക്കിൻ്റെ നേരത്ത് പവി അന്വേഷിച്ചു അവളുടെ ക്ലാസ്സിലേക്ക് വന്നതാണ് സിദ്ധു. ഹായ് മണവാളൻ, എന്തൊക്കെയുണ്ട് വിശേഷം? വിക്കിയാണത് ചോദിച്ചത്. നല്ല വിശേഷം എന്നും പറഞ്ഞു അവനവർക്ക് കൈമുട്ടിച്ചു. സിദ്ധുവിൻ്റെ വരവ് കണ്ടതും പവി അവനെ കണ്ട ഭാവം നടിക്കാതെ പുറത്തേക്ക് നടക്കാനൊരുങ്ങി. അതിനു മുൻപേ പവിയുടെ കൈത്തണ്ടയിൽ സിദ്ധുവിൻ്റെ പിടി വീണിരുന്നു. പവി പിടിപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിദ്ധു അവളെ ശ്രദ്ധിക്കാതെ ഷാനുവിനോടും വിക്കിയോടും സംസാരിക്കുന്നുണ്ട്. സംസാരം അവസാനിപ്പിച്ച സിദ്ധു ഷാനുവിനോടും വിക്കിയോടും ചില്ലുവിനോടും തൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞുകൊണ്ട് പവിയുടെ കൈയും പിടിച്ചു പുറത്തേക്ക് നടന്നു. സിദ്ധു, എന്തായി കാണിക്കുന്നേ? കൈ വിട്. സിദ്ധുവിൽ നിന്നും പിടി അയക്കാൻ ശ്രമിച്ചുകൊണ്ട് പവി പറഞ്ഞു. സിദ്ധു മറുപടിയൊന്നും പറയാതെ അവളുമായി മുന്നോട്ട് നടന്നു. നിനക്കെന്താ ചെവി കേട്ടൂടെ? ഇല്ലെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. വിട്. പവി ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അതിനിടയിൽ കയ്യിൽ നിന്നുള്ള അവൻ്റെ പിടി വിടുവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്കെന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്നല്ല പറഞ്ഞേ? എന്നാൽ പിന്നെ അത് കണ്ടിട്ട് എന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട്
അവനവളെ കൈകളിലെടുത്തതും പവിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഒപ്പം വരാന്തയിലും മറ്റും കൂടി നിന്നവരുടെയും കൂട്ടത്തിൽ പിന്നാലെ വരുന്ന ഷാനുവിൻ്റെയും വിക്കിയുടെയും ചില്ലുവിൻ്റെയും. ഇതൊക്കെയും ഇങ്ങേരെ കൊണ്ടേ പറ്റുള്ളൂ, നോക്കിക്ക് ആരെങ്കിലും കാണും എന്നുള്ള ഒരു കൂസലുമില്ല. അവരുടെ പിന്നാലെ നടക്കുന്നതിനിടയിൽ വിക്കി പറഞ്ഞു. പവി അവൻ്റെ കൈ കിടന്ന് കുതിർന്നുണ്ട്. സിദ്ധു അത് കാര്യമാക്കാതെ മുന്നോട്ട് നടക്കുന്നുണ്ട്. സിദ്ധു താഴെ ഇറക്ക്, ഇല്ലെങ്കിലേ ഞാൻ പിടിച്ച് കടിക്കും. പവി അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് അടങ്ങടി, ഇന്നെങ്കിലും നിനക്കെന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം കാട്ടിയാലെന്താ? അതെന്താ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നീ ചാവാൻ പോണ? പവി പുച്ഛിച്ചു. ചത്താലും ഞാൻ നിനക്ക് സമാധാനം തരില്ലടി, അതെനിക്കറിയാടാ. എന്നാ വാ പൂട്ടി അവിടെ മിണ്ടാതിരി. നമ്മുടെ കോളേജിൻ്റെ പിന്നാമ്പുറത്തെ കുന്നിൻ്റെ മുകളിലെ എൻ്റെ ഫ്രണ്ട്സ് നമുക്കൊരു ചിന്ന ലഞ്ച് ഒരുക്കിയിട്ടുണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ ഞാൻ നിന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നൊന്നുമല്ല. അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പ്ലീസ് വേണ്ടെന്ന് പറയരുത്. അത് കഴിഞ്ഞ് നീ എന്നെ കടിക്കുകയോ തിന്നുകയോ എന്ത് വേണേലും ചെയ്യും, സിധു കെഞ്ചി പറഞ്ഞതും പവി ഒന്ന് അടങ്ങി. ശരി, ഞാൻ വരാം. നീ എന്നെ താഴെ ഇറക്ക്, ഇത് എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. പവിയുടെ വാക്കുകൾ കേട്ട് സിദ്ധു അവളെ താഴെ ഇറക്കാനൊരുങ്ങി. അതിനിടയിലാണ് മുന്നിൽ കൂടി അർജുനും കൂട്ടുകാരും വരുന്നത്. ഇത്തവണ അവളെ താഴെ ഇറക്കുന്നതിന് പകരം അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിക്കുകയാണ് അവൻ ചെയ്തത്. ഈ രംഗം നേരിൽ കണ്ട അർജുന് ഒരു നിമിഷം ഷോക്കേറ്റ പോലെ ആയിരുന്നു. കൂട്ടത്തിൽ ചുംബന രംഗം ആസ്വദിച്ചുകൊണ്ട് ബാക്കി പിള്ളേരുണ്ട്. അവർക്കാണെങ്കിൽ ഒരു ദർശന സുഖവും. ആരുടെയും മുഖത്ത് നോക്കാനാവാതെ പവി സിദ്ധുവിൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെങ്കിലും അന്നേരം പവി ആത്മസംയമനം പാലിച്ചു. പവിയെയും കൊണ്ട് സിദ്ധു കുന്നിൻ്റെ മുകളിലേക്ക് നടക്കുന്നുണ്ട്. ഇത്തവണ അവൻ ക്ഷീണിച്ചിരുന്നു. അവളൊന്ന് താഴെ ഇറങ്ങിയിരുന്നെങ്കിൽ എന്നവൻ അറിയാതെ ആഗ്രഹിച്ചു പോയി. അവൾക്ക് കേൾക്കാൻ പാകത്തിൽ അവൻ്റെ നെഞ്ചിടിപ്പിൻ്റെ വേഗത ഏറി വന്നു. അവൻ ക്ഷീണിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി. ഇത്തവണ അവൾ അവസരം മുതലാക്കി താഴെ ഇറക്കട്ടെ എന്നുള്ള അവൻ്റെ ചോദ്യം കേട്ടതായി ഭാവിക്കാതെ പവി എങ്ങോട്ടോ നോട്ടമെറിഞ്ഞു. എടി, എനിക്ക് വയ്യെന്ന്, ഇനി ഇത്തിരി നടക്ക്. എനിക്ക് വയ്യ ഈ കുന്നു കയറാൻ. നിന്നോട് ഞാൻ പറഞ്ഞ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ? ഇല്ലല്ലോ. അല്ലേലും നിന്റെ ഫ്രണ്ട്സിനെ ലഞ്ച് പ്ലാൻ ചെയ്യാൻ ഈ കുന്നിൻ്റെ മണ്ടയിലല്ലാതെ വേറെ എവിടെയും കണ്ടില്ല. പവിയുടെ പറച്ചിൽ കേട്ടതും പിന്നെ സിദ്ധു ഒന്നും പറയാൻ നിന്നില്ല. അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു. ഇരുവരുടെ പിന്നാലെയും തന്നെ ചില്ലുവും ഷാനുവും വിക്കിയുണ്ട്. എടാ, ഈ സിദ്ധുവേട്ടൻ അവളെയും കണ്ട് ഇതെങ്ങോട്ടാ പോണേ? ഇനിയിപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി കുന്നിൻ്റെ മണ്ടയിൽ നിന്ന് രണ്ടും എടുത്ത് ചാടുമോ? ദൈവമേ, രണ്ടിനെയും നമ്മളാണ് തള്ളിയിട്ടെന്ന് പറഞ്ഞ് പോലീസ് നമ്മളെ പൊക്കോ? വിക്കിയുടെ ആ ചോദ്യം കേട്ട് ഷാനു അവനെ നോക്കി പേടിപ്പിച്ചു. എടാ, ഇത് അതൊന്നുമല്ല, ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ. സിദ്ധുവേട്ടൻ അവൾക്കെന്തോ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചില്ലു തൻ്റെ തോന്നൽ വെളിപ്പെടുത്തി. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ മാത്രം പോരായിരുന്നോ? നമ്മളെയും കൂടി എന്തിനാ വിളിച്ചത്? ഷാനുവിന് സംശയം. എടാ, ഒരു പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യാനായിരിക്കും, അതാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. വിക്കി പറഞ്ഞു. അതേന്നേ, ആ പറഞ്ഞതിനോട് ചില്ലു യോജിച്ചു. മൂവരും ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഫോണും കൈയിൽ പിടിച്ചു കുന്ന് കയറാൻ തുടങ്ങി. സിദ്ധുവും പവിയും കുന്നിൻ്റെ മുകളിലെത്തി. സിദ്ധു പവിയെ താഴെ ഇറക്കി. സിദ്ധു തൻ്റെ നടുവിന് കൈയും കൊടുത്ത് കിതപ്പടക്കുന്നുണ്ട്. പവി ചുറ്റും കണ്ണോടിച്ചു. പെട്ടെന്നാണ് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ പടക്കങ്ങൾ പൊട്ടുന്നത്. പ്രതീക്ഷിക്കാതെയുള്ള ഒച്ചായതുകൊണ്ട് ഇരുവരും ശരിക്കും ഒന്ന് പേടിച്ചിരുന്നു. പവിയാണെങ്കിൽ സിദ്ധുവിനെ ഇറുകെ പുണർന്നു. പിറകിലായി വരുന്ന ഷാനു, വിക്കിയും ചില്ലുവും ശബ്ദം കേട്ട് പരിഭ്രാന്തരായി തിരിഞ്ഞോടാനൊരുങ്ങി. ഇത് തീവ്രവാദി ആക്രമണമാണെന്നും സിദ്ധു തീവ്രവാദി ആണെന്ന് വരെ ഓടുന്നതിനിടയിൽ വിക്ക് പടച്ചു വിട്ടു. പടക്കം പൊട്ടുന്നത് നിന്നതും അവിടെ മുഴുവൻ ഒരു തരം മൂടൽ മഞ്ഞ് പോലത്തെ പുകമയ നിറഞ്ഞു. അടുത്ത നിമിഷം എവിടെ നിന്നോ മനോഹരമായ പ്രണയഗാനം മുഴങ്ങി. സിദ്ധുവും പവിയും അതുപോലെ പുണർന്നു നിൽപ്പുണ്ട്. ഇടയിൽ ഇരുവരും കണ്ണു തുറന്നു നോക്കിയതും ഇരുവരുടെയും മേലേക്ക് റോസ് പെറ്റൽസ് ചുറ്റുനിന്നും വിതറുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം അടർന്നു മാറി. തന്നെ ഉറ്റുനോക്കുന്ന സിദ്ധുവിൻ്റെ കണ്ണുകളുടെ കാന്തിക ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പവി മുഖം തിരിച്ചു ഒരു വശത്തേക്ക് നടന്നതും അതിനിടയിൽ അവളുടെ കയ്യിൽ സിദ്ധുവിൻ്റെ പിടി വീണു. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. അവളെ എടുത്തുയർത്തി അവൻ രംഗം ഒന്നുകൂടെ കളറാക്കി. ആ നിമിഷം അവളും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. പവി തൻ്റെ കൈകൾ ഉയർത്തി റോസായിതളുകളെ കൈവെള്ളയിൽ ഒതുക്കി. ആ നിമിഷം സിദ്ധുവിൻ്റെ ചുണ്ടുകൾ അവളുടെ വയറിൽ അമർന്നു. വയറിൽ അവൻ്റെ നിശ്വാസ ചൂടേറ്റതും അവളൊന്ന് പുളഞ്ഞു. അവളുടെ കയ്യിലെ പൂക്കൾ മുഴുവൻ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് വീണു. സിദ്ധു അവളെ താഴെ ഇറക്കിയ വേളയിൽ രണ്ടുപേരുടെയും കണ്ണുകൾ
അതിൻ്റെ ഇണയെ തേടിയെത്തി. കണ്ണുകൾ തമ്മിൽ ആഴ്ന്നിറങ്ങിയ വേളയിൽ സിദ്ധു അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. ചുണ്ടുകളെ സ്വന്തമാക്കാനൊരുങ്ങവേ സുബോധത്തിലേക്ക് വന്ന പവി അവനെ തള്ളി മാറ്റി അവനിൽ നിന്നും ഓടി ഒളിച്ചു. അവളുടെ പോക്ക് നോക്കിക്കൊണ്ട് ചെറുചുരിയാലെ സിധു തൻ്റെ തലമുടിയിലൂടെ ഒന്ന് തലോടി. താങ്ക്സ്. മതിയടാ, ഇങ്ങ് പോര്, സിധു ചുറ്റും നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം പെറ്റൽസ് ബ്ലാസ്റ്റിംഗ് മെഷീനും ഫോഗ് മെഷീനും കയ്യിൽ പിടിച്ചു 4-5 പേര് മുന്നോട്ട് വന്നു. കൂടെ അബിയും ജീവയും തേജയും. അബി അവരേക്ക് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്ത് പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും ഓടിപ്പോവാൻ ഒരുങ്ങിയ 3 കൂടി അങ്ങോട്ടെത്തി. മനുഷ്യൻ ഇവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തേനല്ലോ, ചില്ലു അബിയെയും തേജയും ജീവയും തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിന് നിന്നോട് ആരെങ്കിലും വരാൻ പറഞ്ഞാ? തേജയാണ് ചോദിച്ചത്. അവൻ്റെ പറച്ചിൽ ചില്ലുവിന് ഇഷ്ടമായില്ല. ആഹാ, വിളിച്ചു വരുത്തി അപമാനിക്കുന്നോ? ഞാനേ സിദ്ധുവേട്ടൻ വിളിച്ചിട്ട് വന്നതാ. ചില്ലു തേജയെ നോക്കിക്കൊണ്ട് മുഖം കോട്ടി. ആണോ? ഈ പറഞ്ഞ സിദ്ധുവേട്ടൻ തന്നെ ഞങ്ങൾ വിളിച്ചിട്ട് വന്നതാ. തേജ വിടാൻ ഒരുക്കല്ല. സിദ്ധുവേട്ടാ, ഇതേ കൂട്ടുകാരൻ്റെ സ്വഭാവം എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ പോണു, ചില്ലു പരിഭവിച്ചു. തേജ വിടടാ, ഇവരെ ഞാനാ വിളിച്ചേ. സിധു തേജയോടത് പറഞ്ഞു. ശേഷം ചില്ലുവിനോട് അവനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെന്നും എൻജോയ് ചെയ്തോളാനും പറഞ്ഞതും ചില്ലു തേജയെ നോക്കി പുച്ഛിച്ചു. പുൽത്തകിടുകൾക്ക് മേലെ മാറ്റി വിരിച്ചു. അതിന് മുകളിൽ ഭക്ഷണങ്ങൾ നിരത്തി. ഫ്രൈഡ് റൈസ്, ന്യൂഡിൽസ്, ബർഗർ, റോസ്റ്റഡ് ചിക്കൻ, പലതരം മോമോസ്, ലോഡഡ് ഫ്രൈസ്, കോക്ടെയിൽ, പെപ്സി, ഡെസേർട്സ്, ഫ്രൂട്ട്സ് തുടങ്ങിയ ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും പ്ലേറ്റ് എടുത്ത് അവരവർക്ക് വേണ്ട ഭക്ഷണം എടുത്ത് കഴിക്കാനൊരുങ്ങി. സിധു താൻ വിളമ്പിയ ഫുഡ് പവിക്ക് കൊടുത്ത് അവളുടെ കയ്യിലെ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് അവൻ വാങ്ങിച്ചു. പവി തൻ്റെ കയ്യിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് നോക്കി. കുറച്ച് ലോഡഡ് ഫ്രൈസും 1 പീസ് ബ്രോസ്റ്റഡ് ചിക്കനും ഉണ്ട്. സൈഡിൽ അല്പം മയോണൈസ്. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി ടൊമാറ്റോ കെച്ചപ്പ് കൊണ്ട് പ്ലേറ്റിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ട്. അത് കണ്ടതും പവി സിദ്ധുവിനൊന്ന് നോക്കി. ഇതൊക്കെ നോക്കിക്കൊണ്ട് ബാക്കിയുള്ളവർ ചെറുപുഞ്ചിരിയോടെ കഴിപ്പ് തുടർന്നു. തേജ ചില്ലുവിനെ ഇടങ്ങണിയിട്ട് നോക്കുന്നുണ്ട്. ചില്ലു തിരികെ അവനെയും. ഇരുവരുടെയും ഒളിച്ചു കളി ശ്രദ്ധിച്ച ഷാനു വിക്കിയെ തോണ്ടി. എടാ വിക്കി, എനിക്കൊരു സംശയം. ഇവളുടെ ഈ ഊമച്ചക്കനെ ദതാണോ എന്നൊരു തോന്നൽ. എനിക്കുണ്ട് ആ സംശയം, വിക്കിയും പറഞ്ഞു. എല്ലാവരും ചിൽ ചെയ്ത് ഭക്ഷണമൊക്കെയും കഴിച്ചു. ശേഷം ഫോട്ടോ എടുപ്പൊക്കെയും കഴിഞ്ഞ് കുന്നിറങ്ങി. എടാ, നമുക്കും കൊടുക്കണ്ടേ അവർക്ക് ഇതുപോലൊരു സർപ്രൈസ്? കുന്നിറങ്ങുന്നതിനിടയിൽ ചില വിക്കിയോടും ഷാനുവിനോടും ചോദിച്ചു. ആ, കൊടുക്കാതെ പിന്നെ? ഇല്ലല്ലേ, പവിക്കാണ് അതിൻ്റെ നാണക്കേട്. അതുമല്ല, അവർ നമ്മളൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി വിളിച്ചപ്പോൾ മുട്ടം ഞണ്ണിയിട്ട് വന്നിരിക്കുവാണ് ഈ അലവലാതി. ഷാനു വിക്കിയെ തുളിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ ഫുഡ് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതി. അതുമല്ല, അതൊക്കെ കൊണ്ട് വീണ്ടും കുന്നിറങ്ങുക അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഒരു പരസഹായം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വിക്കി തപ്പിത്തടഞ്ഞു. എടാ ഷാനുവേ, ഇക്കാര്യത്തിൽ നീ ഒട്ടും കുറവല്ലായിരുന്നു. ചില്ലു ഷാനുവിനെ നോക്കി പുച്ഛിച്ചു. അത് കണ്ടതും വിക്കിയൊക്കെ ചിരി പൊട്ടി. മതി ചിരിച്ചത്, നിങ്ങൾ ഐഡിയ പറ. അവരെക്കാൾ സൂപ്പർ ആവണം, ഷാനു പറഞ്ഞു. സോറി ഗൈസ്, ഈ നട്ടുച്ച നേരത്ത് എൻ്റെ ഐഡിയ വർക്കാവില്ല. അതുമല്ല, ഐഡിയ മാത്രം പോലല്ലോ, പൈസ കൂടി വേണ്ടേ? അവർ നല്ലോണം ക്യാഷ് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കെവിടെ നിന്നാ ക്യാഷ്? വിക്കി പറയുന്നത് ശരിയാണെന്ന് ബാക്കി 2 പേർക്കും തോന്നി. എടാ, ഇന്ന് രാത്രി പവിയും സിദ്ധുവേട്ടൻ വീട്ടിലോട്ട് വിരുന്നിന് വരുന്നുണ്ട്. നമുക്ക് ഇന്ന് രാത്രി തന്നെ സംഭവം റെഡിയാക്കിയാലോ? എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ബാക്കി നിങ്ങൾ റെഡിയാക്കണം. നിങ്ങൾക്കറിയോ, ഈ കുന്നിൻ ചെരുവിനേക്കാളും അടിപൊളി പ്ലേസേ ഞങ്ങളുടെ വീട്ടിലുണ്ട്, ചില്ലു വിടർന്ന മുഖത്തോടെ പറഞ്ഞു. ഓ, തൊഴുത്തായിരിക്കും. ചാണകം എറിഞ്ഞും ഗോമൂത്രം തളിച്ചും ഒരു എൻട്രി. ഡിന്നറിന് വൈക്കോൽ, പച്ചപ്പുല്ല്, കൂടെ പിണ്ണാക്ക് ചേർത്ത കാടിവെള്ളം. സംഭവം വെറൈറ്റിയാണ്. നമ്മുടെ ബജറ്റിന് ഒതുങ്ങുകയും ചെയ്യും, വിക്കി ഒരു ഫ്ലോയിൽ പറഞ്ഞു. മിണ്ടാതിരടാ, ചില്ലു അവനെ നോക്കി പേടിപ്പിച്ചു. അല്ല, നിന്റെ വീട്ടിൽ അതിലും അടിപൊളി സ്ഥലം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. പോടാ, നിങ്ങൾ എൻ്റെ വീട്ടിലെ കുളക്കടവ് കണ്ടിട്ടുണ്ടോ? കടവ് കണ്ടിട്ട് ഇപ്പം എന്താക്കാനാ? വേറെ വല്ലതും കണ്ടിരുന്നെങ്കിൽ ഒരു മനസ്സുഖെങ്കിലും കിട്ടിയേനെ എന്നുള്ള വിക്കിയുടെ പറച്ചിൽ കേട്ട് ഷാന അവനെ നോക്കി ദഹിപ്പിച്ചു. നീ പറയടി, നിങ്ങൾ കുളക്കടവ് കണ്ടിട്ടില്ലല്ലോ? എന്നാൽ അങ്ങനൊരു സ്ഥലമുണ്ട്. ഇന്ന് രാത്രി നമുക്കവിടെ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റ് ചെയ്യാം. പൊളി വൈബായിരിക്കും. കൂട്ടത്തിൽ നമുക്ക് 2 എണ്ണം അടിക്കുകയും ചെയ്യാം. ഞാനും പവിയും വല്ലപ്പോഴും അടിക്കും. ചില്ലുവിൻ്റെ പറച്ചിൽ കേട്ട് ഷാനുവും വിക്കിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. കൂട്ടത്തിലെ ആ പോണവന്മാരെയും കൂടി വിളിച്ചോ? അബിയെയും തേജയും ജീവയും കാട്ടിക്കൊണ്ട് ചില്ലു പറഞ്ഞു.
പ്രത്യേകിച്ച് ആ പിറകിപ്പോന്ന ലവനെ. തേജയെ ഉദ്ദേശിച്ചാണ് അവളത് പറഞ്ഞത്. നമ്മുടെ സെറ്റപ്പ് കണ്ട് അവർ ഞെട്ടട്ടെ. ഷാനുവും വിക്കിയും ചില്ലുവും എന്തൊക്കെയോ പ്ലാൻ ചെയ്തു. അന്ന് വൈകുന്നേരത്തെ ഇൻ്റർവെൽ ടൈമിൽ പവിയും ചില്ലുവും ഓമിന് മുന്നിൽ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. ഓമും ഷീന മിസ്സും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഷീന മിസ്സിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ ഓമിലേക്ക് നീളുന്നുണ്ടായിരുന്നു. ഷീന തൻ്റെ ബാഗിൽ നിന്നും വലിയൊരു ഗാലക്സി ബാർ എടുത്ത് ഓമിൻ്റെ അരികിലേക്ക് നടന്നു. വാലന്റൈൻസ് ഡേ പ്ലസ് ഡയറി മിൽക്ക് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തേലും സംശയം തോന്നിയാലോ എന്ന് കരുതി ഗാലക്സിയിലേക്ക് മാറ്റി പിടിച്ചതാണ് ഷീന. സംശയം തോന്നാത്ത വിധത്തിൽ ഷീന ചോക്ലേറ്റ് എടുത്ത് ഓമിന് നേരെ നീട്ടി. ഓം നെറ്റി ചൊളിച്ചുകൊണ്ട് ഷീനയെ നോക്കി. എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് ഷീന ചോക്ലേറ്റ് കൊടുത്തപ്പോൾ ഓമിന് അത് നിഷേധിക്കാനായില്ല. ആ നേരത്താണ് പവിയും ചില്ലുവും അങ്ങോട്ട് വരുന്നത്. താൻ ചോക്ലേറ്റ് കഴിക്കാറില്ലെന്ന് പറഞ്ഞ് ഓം ആ ചോക്ലേറ്റ് പവിക്ക് നേരെ നീട്ടി. പവി എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി. ഓം 2 പേരോടത് കഴിച്ചോളാൻ പറഞ്ഞു. പവി ആദ്യം അത് വാങ്ങിക്കാൻ മടി കാട്ടിയെങ്കിലും പിന്നീട് അവൻ നിർബന്ധിച്ചതും അവൾ വാങ്ങി. പവിക്ക് അവൻ ആ ചോക്ലേറ്റ് നൽകിയത് ഷീനയ്ക്ക് ഇഷ്ടമായില്ല. അവളുടെ മുഖം ചുളുങ്ങി. റെക്കോർഡ് സബ്മിറ്റ് ചെയ്ത് പവിയും ചില്ലുവും മടങ്ങി. ഓം പവിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നത് ഡോറിനരികിൽ നിന്നുകൊണ്ട് CSEയിലെ ഏതോ ഒരു പെണ്ണ് കാണാനിടയായി. ഷീന മാഡം നൽകിയ ചോക്ലേറ്റാണ് പവിക്ക് കൊടുത്തതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവളത് നേരെ ചെന്ന് നന്ദുവിനോട് പറഞ്ഞു കൊടുത്തു. അന്നേരം നന്ദുവിൻ്റെ മുഖം ചുളുങ്ങി. ചോക്ലേറ്റ് കൊടുക്കാൻ മാത്രം പവി ആരാവൻ്റെ എന്നൊരു ചോദ്യം അവളിലുണ്ടായി. ഓമിന് പവിയോടുള്ള താല്പര്യം നേരത്തെ പലരും പറഞ്ഞ് അവൾക്ക് അറിയാമായിരുന്നു. ഇനിയിപ്പോൾ പവിയെ കാണാൻ വേണ്ടിയിട്ടാണോ ഓം സാറ് തന്നെ വിവാഹം കഴിച്ചത് എന്നവൾ ചിന്തിച്ചു. ഇനി മുതൽ പവിയോടുള്ള ദേഷ്യമൊക്കെ മാറ്റി നല്ല രീതിയിൽ പെരുമാറണം എന്ന് കരുതിയിരിക്കുമായിരുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞതോടെ നന്ദുവിന് പവിയോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. കൂടെ ഓമിനോടുണ്ടായ പരിഭവം മറ്റു പലതിലേക്കും വഴിമാറി.